വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയുടെ സഹായി പിടിയിൽ. കേണിച്ചിറ സ്വദേശി വൈശാഖാണ് പോലീസിന്റെ പിടിയിലായത്. വൈശാഖ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഹേമചന്ദ്രന്റേത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് വിശദീകരിച്ച് മുഖ്യപ്രതി നൌഷാദ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. മാർച്ചിലാണ് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 1 രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ പോലീസ് നടത്തിയത് രഹസ്യമായ നീക്കങ്ങളാണ്. ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുമെന്ന സൂചന പോലീസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായ കേണിച്ചിറ സ്വദേശി വൈശാഖിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കേസിലെ മുഖ്യപ്രതി നൌഷാദ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് നിർണായക കണ്ടെത്തലുകളുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത്. ഇന്ന് അറസ്റ്റിലായ വൈശാഖ് ഹേമചന്ദ്രന്റെ മൃതദേഹം മറവു ചെയ്യുന്നതിലുൾപ്പെടെ പങ്കാളിയായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കൊലപാതകത്തിലും ആസൂത്രണത്തിലും ഇനിയും ചിലർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം തുടരുന്നത്. മരണകാരണം മർദ്ദനമല്ലെന്ന നൌഷാദിന്റെ വാദമൊന്നും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹേമചന്ദ്രന് മർദ്ദനമേറ്റതായി തെളിഞ്ഞിരുന്നു. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഉപയോഗിച്ചതും ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഹേമചന്ദ്രന്റെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഹേമചന്ദ്രൻ നിരവധി സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 2 ഫോണുകളിൽ നിന്നായി 2 സിം കാർഡുകളാണ് ഇതുവരെ പോലീസിന് ലഭിച്ചത്. മറ്റ് സിം കാർഡുകൾ മുഖ്യപ്രതി നൌഷാദ് മാറ്റിയെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികൾ ഒളിപ്പിച്ച ഫോണുകൾ മൈസൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ ഫോണുകളാണ് പരിശോധനയ്ക്ക് അയക്കുക. കള്ളപ്പണ ഇടപാടുകളും വാഹനമോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. കേസിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ജ്യോതിഷ് കുമാർ, അജേഷ് BS എന്നിവരുടെ അറസ്റ്റ് പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്താണ്. കാരണം പ്രധാന പ്രതി നൌഷാദ് ഇപ്പോഴും വിദേശത്താണ്. സമൂഹ മാധ്യമത്തിലൂടെ നൌഷാദിന്റെ പ്രതികരണം പുറത്തുവന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് സൂക്ഷ്മമായ നിരീക്ഷണം തുടരുന്നുണ്ട്. നൌഷാദിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം ഊർജിതമാക്കി. നൌഷാദിന്റെ വിസ കാലാവധി ഈ മാസം 8 അവസാനിക്കും. ഹേമചന്ദ്രന്റെ DNA പരിശോധനാ ഫലം പുറത്തുവന്നതിനു ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകൂ എന്നും അന്വേഷണ സംഘം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.